അപ്പോൾ നമ്മൾ കേരളത്തിലേക്കുള്ള യാത്ര തുടങ്ങാം കേട്ടോ. ഇപ്പോൾ പഞ്ചാബിലുള്ളത് ഡയറക്റ്റ് ബിയാവർക്കാണ് പോകുന്നത്. ഏകദേശം 750 കിലോമീറ്റർ പോകാണ്ട്. ഇന്നൊരു ദിവസം കൊണ്ട് എത്തും അറിയില്ല. അതാ ഒരു റൈഡർ ഇതാ ബാക്കിൽ 3 ഹിമാലയനായിട്ട് നമ്മൾ പോകാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളെ പോയിന്റ് പറഞ്ഞാൽ ചിത്തോഡ്ഗഡ്, ഏഷ്യത്തെ ആദ്യത്തെ ഏറ്റവും വലിയ ഫോർട്ടാണ്. അത് കാണുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ നിന്ന് കാണാം. ഇബ്രാഹിം ബ്രോ സെറ്റായി കൊണ്ട് നിൽക്കുകയാണ്. വണ്ടിയൊക്കെ റെഡി. ഭയങ്കര ചടപ്പിലാണ് നമ്മളിവിടെ വരാൻ പറ്റാത്തത്. നാളെ മുംബൈയിലേക്ക് പോകും ബോസ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, നല്ലൊരു ഇടങ്ങാറുണ്ട്. തത്കാലം കിട്ടിയാ എ സിയാ? ഈ ഇപ്പൊ വരുന്നായോ? ഞാൻ ഇന്നർ ഇട്ടിക്കണേ. നമുക്ക് പോവാം. -15 -10 ഇതൊന്നൊരു പുത്തരിയല്ല എന്നല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മറ്റേ ഒരു മാഗി അല്ല നൂഡിൽസ് ഓർഡർ ചെയ്ത് അങ്ങനെ കഴിക്കാനിരിക്കുക കേട്ടോ. വണ്ടി ഓടിച്ചപ്പോൾ നൈറ്റ് ആയിട്ടോ. ഏകദേശം 700 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തപ്പോൾ ഇനി ഒരു 130 കിലോമീറ്റർ കൂടി ഓടിയാൽ ബിയാവർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. രാജസ്ഥാനിലാണ്. അപ്പം 800-820 കിലോമീറ്റർ ഇന്നൊരു ദിവസത്തിൽ നമ്മൾ കവർ ചെയ്ത്. ഇൻഷാ അല്ലാ ഒരു 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യും. ഇവിടുന്ന് നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിക്കുക കേട്ടോ. പോണ വഴിക്ക് തന്നെയാണ്. ഒരു കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ എത്തും. ഇപ്പോൾ ഏകദേശം സമയം 12 മണി കഴിഞ്ഞ് വേറെ 2 മണിയാവും. നമ്മൾ 10 മണിക്കാണ് പുറപ്പെട്ട്. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചിത്തോഡ്ഗഡ് പോകണം. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി ബിയാവർ നിന്ന് നാളെയും ചിലപ്പോൾ റെസ്റ്റ് എടുക്കും. എന്നിട്ട് അടുത്ത ദിവസമായിരിക്കും ചിത്തോഡ്ഗഡ് പോവുക. വണ്ടി ഓടിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നല്ല ടൈറ്റായിരുന്നു. 800 കിലോമീറ്ററൊക്കെ ഓടിക്കാറല്ലേ ഒരു ദിവസം. നല്ല പണിയാണ്. നമ്മളെ കുറേ ആൾക്കാർ കാണാൻ വന്നു കേട്ടോ. ബാക്കിലുള്ളവരൊക്കെ കാണാൻ വന്നാണ്. അവർക്ക് അത്ഭുതം നമ്മൾ കേരളത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഏതായാലും ഞാൻ അടുത്ത സ്പോട്ടിൽ നിന്ന് കാണാം. നമ്മൾ ബിയാവർ എത്തിയിട്ടോ. അടുത്ത ദിവസം ഏകദേശം ഉച്ചയായി. ഉറങ്ങി എണീക്കാനൊക്കെ അത്യാവശ്യം നേരം വൈകി. എല്ലാവരും എണീച്ച് ഒത്തിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഏകദേശം 800 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടോ. ഗിന്നസിൽ കയറി അറിയില്ല, നമുക്ക് റെക്കോർഡാണ്. ഒരു ദിവസമൊക്കെ ഞാൻ ഒരിക്കലും 800 കിലോമീറ്റർ ഓടിച്ചിട്ടില്ല. അപ്പോൾ ഇന്നൊരു ദിവസം നമ്മൾ ഇവിടെ രാജസ്ഥാനിൽ ബിയാവറാണല്ലോ എത്തി. അപ്പം ഇവിടെ ഒരു ദിവസം നിന്നിട്ട് നാളെ രാവിലെ ചിത്തോഡ്ഗഡ് ഫോർട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ ഏതായാലും നമ്മുടെ മാമൻ്റെ വീടാണ്. രാജസ്ഥാനിൽ നമുക്ക് കേരള ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഏതായാലും ഇന്ന് വൈകുന്നേരം ലസ്സിയൊക്കെ കുടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നമ്മൾ ബിയാവർ ലസ്സി കുടിക്കാൻ വന്നു കേട്ടോ. ഇന്ത്യയിൽ അടിപൊളി ലസ്സി എന്നൊന്നും പറയില്ല, പക്ഷെ അടിപൊളി ലസ്സി ഇവിടെ കിട്ടും. കണ്ട ഇതിൻ്റെ മേലെ ഇടുന്ന ഇതെന്താ മലായിയോ? മലായി മടുക്ക ലസ്സി കേട്ടോ. ടോപ്പ് സാധനം. ഇബ്രാഹിമൊക്കെ കട്ട വെയിറ്റിംഗ് ആണ്. രാവിലെ തൊട്ട് പറയുന്നുണ്ട് ലസ്സി വേണം. അത്വാമനെ ഓടിച്ചോ. തണുപ്പ കാലത്ത് ലസ്സി. നമ്മളെ ലസ്സി റെഡി ആക്കണേ. അടിപൊളി ലസ്സി കണ്ടില്ലേ?
ചിത്തോടക്കടക്ക് ഇറങ്ങാം കേട്ടോ. അടുത്ത ദിവസം രാവിലെ ആയിക്കണേ. ഇവിടുന്ന് 150 കിലോമീറ്ററാണ്. കേസിനൊക്കെ കണ്ടിട്ട് കുട്ടികൾ നോക്കി കണ്ടില്ലേ? അതെടുത്താ ഒരു ഓടി രക്ഷപ്പെട്ട്. അപ്പോൾ ഇവിടുന്ന് ചിത്തോടുകട 170 കിലോമീറ്റർ കേട്ടോ. ഏകദേശം 2-3 മണിക്കൂർ പിടിക്കും. എല്ലാവരും റെഡിയാണ്. നമ്മളെ മാമനൊക്കെ ഇതാ കിടക്കുന്നത്. അപ്പോൾ ബിയാവറുള്ള ഇവിടുന്ന് ഇപ്പോൾ പോകണം. അപ്പോൾ നമ്മൾ ചിത്തോടുകടയിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ. ഓൺ ദ വേ ആണ്. എത്രയും പെട്ടെന്ന് എത്തും. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ചിത്തോടുകടയിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, ബൈ.